ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കും കൂടെ പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അന്നേരം എനിക്ക് നല്ലൊരു ആവോലി ഇട്ടിട്ടുണ്ട്. ആവോലി ഞാൻ നന്നായിട്ട് കഴുകി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. വേണ്ടുന്നവർക്ക് എൻ്റെ സ്കിന്ന് പൊളിച്ച് കളയാം. പക്ഷേങ്കിൽ സ്കിന്നിനോട് ചേർന്നിരിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്കിന്ന് കളയുന്നില്ല. പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടുന്ന എന്തെല്ലാം സാധനങ്ങളാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് നന്നായിട്ട് ശരിക്കും ഞാൻ ഉപയോഗിക്കുന്നത് കാന്താരി മുളകാണ്. കാന്താരി മുളക് നമുക്കിപ്പോൾ കിട്ടാനില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു. നിങ്ങൾക്കത് ഉപയോഗിക്കാം കേട്ടോ. കാന്താരി കിട്ടുന്നവർക്കത് ഉപയോഗിക്കാം. കാന്താരി ഉണ്ടെങ്കിൽ കുറച്ച് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള കാന്താരി മുളക് എടുക്കുക. ഇത് കാന്താരി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പച്ചമുളക് എടുത്തിരിക്കുന്നു. പച്ചമുളക് കുറച്ച് ആവശ്യത്തിന് വെളുത്തുള്ളി നന്നായിട്ട് ചേർത്ത് കേട്ടോ. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നല്ല രസമുണ്ടാവും. പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ച്, ആവശ്യത്തിന് കുറച്ച് ചെറിയ ഉള്ളി ഒരു 2 കതിര് കരിവേപ്പിലയും ചേർക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കണം, കുരുമുളക് ചേർക്കണം. ഞാൻ പച്ചക്കുരുമുളകാണ് കൂടുതലെടുക്കുക. പച്ചക്കുരുമുളകും പച്ചക്കാന്താരിയാണ് ഞാൻ ചേർക്കൽ. പക്ഷേങ്കിൽ നമുക്കിപ്പോൾ അത് പച്ചക്കുരുമുളക് കിട്ടാത്തത് കൊണ്ട് ഉണങ്ങി പൊടിച്ച കുരുമുളക് പൊടി ഉണ്ടായിരുന്നു. കുരുമുളക് ഞാൻ പൊടിച്ചതാണ്. അപ്പോൾ കുരുമുളകും ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അന്നേരം തേങ്ങാപ്പാലും എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചെറിയൊരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അന്നേരം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത മസാല ദാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ വേഗത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരച്ച് വെച്ചതാണ് കേട്ടോ. അന്നേരം മസാല നന്നായിട്ട് അരച്ചത് ഇവിടെ വെച്ചിട്ടുണ്ട്. അന്നേരം നമുക്കിതുപോലെ ഒരു വാഴയിലെടുത്ത് നമുക്ക് ആ മീനിനെ നന്നായിട്ട് അതിൻ്റെ അരപ്പെല്ലാം തേച്ച് നമുക്ക് ഒരു കരിവേപ്പില അടിയിലും ഒരു കരിവേപ്പില മുകളിലുമായിട്ട് മീനിൻ്റെ മുകളിലുമായിട്ട് വെച്ച് നന്നായിട്ട് വാഴയിലയിൽ വാഴയില ഒന്ന് വാട്ടിയെടുത്തു കേട്ടോ. അടുപ്പിൻ്റെ മുകളിൽ വെച്ച് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്ത് നന്നായിട്ട് വഴക്കം കിട്ടും. എന്നിട്ട് നമ്മൾ ഇതുപോലെ പൊതിഞ്ഞ് കെട്ടി വെക്കണം. വാഴയുടെ ഒരു നാര് ഉപയോഗിച്ച് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ കെട്ടിവെക്കണം. കെട്ടിവെച്ചതിന് ശേഷം നമ്മളൊരു ചട്ടിയിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. അതും കൂടെ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ പിന്നെ ഫിഷിനെ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാണ്ട് അടുപ്പത്തിരുന്ന് പതുക്കെ വേവുന്നുണ്ട്. ചെറിയ തീയിൽ ഞാനിങ്ങനെ അടച്ചു വെച്ച് വയ്ക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, നമ്മൾ വാഴയിലയിൽ ഇതുപോലെ കെട്ടിയിട്ട്, നമുക്ക് കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക്, എണ്ണ ഉപയോഗിക്കേണ്ടാത്തവർക്ക് ഇതുപോലെ വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ടാൽ മതി. അന്നേരം മീൻ കരിഞ്ഞും പോവില്ല, മസാലകളും പോവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. പിന്നെ എണ്ണയിൽ പൊരിച്ചെടുക്കണം എന്നുള്ളവർക്കാണെങ്കിൽ നമ്മളിതുപോലെ ഒരു ചട്ടിയിൽ ഒരു വാഴയില വെച്ച് നമ്മൾ ആ മീനിനെ ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് ആ കെട്ട് തിരിച്ചു മറിച്ചു ആദ്യം ഇടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലൂടെ തൂവി കൊടുക്കുക. ഞാൻ ഇപ്പോൾ തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിനെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അന്നേരം എണ്ണയുടെ ടേസ്റ്റും ഇഷ്ടമുള്ളവർക്കും അങ്ങനെ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നവർക്കും ഇതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെയും ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. വെന്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ്. ഞങ്ങൾ ആദ്യം ഒന്ന് നോക്കി, നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വീണ്ടും ഞാനത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം. അന്നേരം നല്ല നല്ല മീനുകളൊക്കെ കിട്ടും. നല്ല മീനിൽ ഏത് മീനും ഇതുപോലെ തന്നെ പൊരിക്കുക കേട്ടോ. മത്തി, അയില, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏത് മീനുകളും നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നിങ്ങളുടെ കുട്ടികൾക്കും കൊടുത്ത് നോക്കുക കേട്ടോ. എൻ്റെ മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത്. ഇതുപോലെ അടുത്ത വീഡിയോയും ഞാൻ ഇട്ട് തരാം കേട്ടോ. ഓക്കെ, ബൈ.